ദേശീയപാത ഉദ്ഘാടനത്തിന് വിവാദം നടക്കുന്നതിനിടെ മറ്റൊരു ഉദ്ഘാടന വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് പണി പൂർത്തിയാകാതെ കായിക വകുപ്പ് ആസ്ഥാനത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്ന്. ചുമരുകൾ പോലും കെട്ടിക്കഴിയാതെയാണ് ഉദ്ഘാടനം. അതിനിടെ കായിക ഭവനിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്താൻ ഒളിമ്പിക്സ് അസോസിയേഷൻ നീക്കം. ഒളിമ്പിക്സ് അസോസിയേഷൻ കോർപ്പറേഷൻ അനുവദിച്ച സ്ഥലം സർക്കാർ കൈമാറുന്നില്ല എന്നാണ് പരാതി. ഒരു തട്ടിക്കൂട്ട് കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് സംസ്ഥാനത്തെ കായിക ഭവന്റെ ആസ്ഥാനം ഇന്ന് ഉദ്ഘാടനം നടക്കുന്നു. മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഉദ്ഘാടനം നടത്തുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പണികളും പൂർത്തിയാക്കാതെയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. നിലം പോലും വൃത്തിയാക്കിയിട്ടില്ല. നിലം ഒരു റെഡ് മാറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു തരത്തിലും ഒരു ചുവരുകൾ പോലും കൃത്യമായിട്ട് പെയിന്റ് അടിക്കാനോ ഒന്നും സാധിക്കാതെയാണ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഉദ്ഘാടന സ്ഥലം മനോഹരമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന സ്ഥലം കസേരകളൊക്കെ ഇട്ട് ചുവന്ന മാറ്റ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സംവിധാനവും ഇല്ല ഇവിടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെയാണ് 11 മണിക്കാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതിന്റെ ഉദ്ഘാടനം നടത്തുക. അതുപോലെ തന്നെ ഒരു തരത്തിലും നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഇതിൽ 7 നില കെട്ടിടമാണ്. പക്ഷേ ഈ 7 നില കെട്ടിടത്തിൻ്റെതായി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഇതിൽ വെറുതെ ഒരു ടൈൽസ് ഇടാൻ പോലും, അല്ലെങ്കിൽ ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നിർമ്മാണങ്ങൾ, അത് പെയിന്റ് അടിക്കുക, അതുപോലെ തന്നെ ഈ ചുവരുകൾ പൂർത്തിയാക്കുക, അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഈ കെട്ടിടത്തിന്റെ 2ാം നിലയിലേക്കാണ്. ഈ 2ാം നില നോക്കിയാൽ അറിയാം, ഇത് കായിക ഭവൻ കായിക താരങ്ങൾക്കും അതുപോലെ തന്നെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രയോജനമാകണം. പക്ഷേ അത് പ്രയോജനമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ആകെയുള്ളത് ഇതുപോലെ കായിക വകുപ്പ് ആസൂത്രണ ഗവേഷണ വിഭാഗം, ഈ ബോർഡ് മാത്രമാണ് ആകെ കൂടി ഇവിടെ ഒരു സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ദൃശ്യം കാണിക്കാം ഹാഷ്മി. ഇതുപോലെ പൂർത്തിയാക്കാത്ത ഭാഗങ്ങൾ കർട്ടൻ വെച്ച് മറച്ചാണ് ഇവിടെ ഉദ്ഘാടനം നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല. ഒന്നാം ഘട്ട നിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കണമെന്നൊക്കെ ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതെയാണ്, ഇവിടെ കാണാം പണി പോലും പൂർത്തിയാകാതെയാണ് ഇന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതിന്റെ ഉദ്ഘാടനം പണി പൂർത്തിയാകാതെ നടക്കുന്ന ആരും കാണണ്ട എന്ന് കരുതിയാണല്ലോ അല്ലേ മേഘന? തീർച്ചയായും ഹാഷ്മി, ഇത് മറക്കേണ്ട ഭാഗമൊക്കെ പരമാവധി മറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനം നടക്കുന്ന വേദിയും പരമാവധി ഗംഭീരമാക്കി, കർട്ടനൊക്കെ ഇട്ട് റെഡ് കാർപ്പറ്റ് ഇട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു നടപടികളും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 7 നില കെട്ടിടമായി 8 കോടിയാണ് ഇതിന്റെ ആദ്യഘട്ട എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒളിമ്പിക്സ് അസോസിയേഷനും വലിയ തരത്തിൽ ഒരു വിമർശനവുമായി മുന്നോട്ട് വരുന്നുണ്ട്. കാരണം കായിക ഭവൻ